എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 14-ാമത് വാക്യം, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു എന്നുള്ള വചനമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ ദൈവസന്നിധിയിൽ പാപം ചെയ്തു, ആ പാപങ്ങളെല്ലാം മനുഷ്യൻ്റെ സകല വഴികളും മനുഷ്യൻ്റെ സകല രഹസ്യങ്ങളും കണ്ടുവയ്ക്കുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമെന്ന് ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തിന്മ പ്രവർത്തിക്കുമ്പോൾ, അകൃത്യം ചെയ്യുമ്പോൾ, പാപവഴികളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മെ കാണുന്നു എന്നും ആ ദൈവം നമ്മെ ശിക്ഷിക്കുമെന്നും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹീതമായ പ്രവൃത്തികളും ചെയ്യുമ്പോഴും ദൈവം നമ്മെ കാണുന്നു എന്ന് നാം ഓർക്കേണ്ടതുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48 മുതലുള്ളതായ വാക്യങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നതായ ഘട്ടത്തിൽ നഥനയേൽ ഒരത്തിയുടെ കീഴിൽ മറഞ്ഞിരിക്കുകയും എന്തു ചെയ്യണമെന്നറിയാതെ ആകുലതയിലൂടെ കടന്നു പോവുകയും ചെയ്തതായ ഘട്ടമുണ്ട്. എന്നാൽ ഏറിയ നാളുകൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് നഥനയേലിനെ വിളിക്കുമ്പോൾ വിളി കേട്ട് നടന്നു വരുന്ന നഥനയേലിൻ്റെ മുമ്പിൽ കടന്നു പോകുന്ന കർത്താവായ യേശു ക്രിസ്തു തിരിഞ്ഞു നോക്കി നഥനയേലിനെ കണ്ടിട്ട്, നീ സാക്ഷാൽ ഇസ്രായേല്യനാണെന്നും നീ കപടമില്ലാത്തവനാണെന്നും പറയുമ്പോൾ, എന്നെ എങ്ങനെ അറിയാം, എന്നെ എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ നഥനയേൽ ചോദിക്കുന്ന ചോദ്യത്തിന് യേശു കർത്താവ് പറയുന്നതായ മറുപടി അവിടെയുണ്ട്. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ആ വാക്കുകൾ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, നഥനയേലിനെ ആരും കാണുന്നില്ല എന്ന് നഥനയേൽ ചിന്തിക്കുമ്പോഴും നഥനയേലിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം വ്യക്തമായ തലത്തിൽ ബോധ്യപ്പെടുത്തി നൽകുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് വാസ്തവമായി ഈ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിപ്പാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ലെന്ന് നഥനയേലും മനസ്സിലാക്കിയതായ ഘട്ടവും നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നോക്കുക, ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്തും കൃത്യമായി താൻ പറയുകയാണ്, അങ്ങയുടെ കണ്ണിനു മുൻപിൽ മറഞ്ഞിരിപ്പാനായിട്ട് ആർക്കും കഴിയില്ല, എന്നെ അങ്ങ് കാണുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ആരും കാണുന്നില്ല എന്നും നമ്മെ ആരും അറിയുന്നില്ല എന്നും നാം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ആ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപിൽ നിന്ന് മറഞ്ഞിരിപ്പാനായിട്ട് ഒരിടം ഈ ഭൂമിയുടെ മണ്ഡലത്തിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സകല സാഹചര്യങ്ങളിലും സകല സ്ഥലങ്ങളിലും അത്യുന്നതനായ ദൈവത്തിൻ്റെ കണ്ണുകൾ എത്തുന്നു എന്നും ദൈവത്തിൻ്റെ കണ്ണുകൾ എത്തുന്ന ഇടത്താണ് നാം ആയിരിക്കുന്നതെന്നും നമ്മെയും ദൈവം കാണുന്നു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുവാനും നന്മ പ്രവർത്തികൾ അധികം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിനും നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അങ്ങയുടെ കണ്ണ് കാണാത്ത തലത്തിൽ
ലോകത്തിൽ ഒരിടത്തും പോയി പാർക്കുവാൻ ഈ ഭൂമി ഞങ്ങൾക്കില്ലല്ലോ. കർത്താവേ, ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അങ്ങയുടെ കണ്ണ് ഞങ്ങളെ കാണുന്നു എന്ന് തിരുവചനത്തിലുണ്ട്. ഞങ്ങളെപ്പോഴും അങ്ങയുടെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതകാലം കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ,